കോവിഡ് കാലം എഴുത്തിന്റെ ലോകമാക്കിയ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ 10 മാസം കൊണ്ട് 4 നോവലുകൾ വായനക്കാരിലേക്ക് എത്തിച്ചു. കോഴിക്കോട് ബേപ്പൂർ മുരളീധര പണിക്കർ എഴുതിയ എല്ലാ നോവലുകളും അവതരണ ശൈലി കൊണ്ടും കാലിക പ്രസക്തമായ പ്രമേയം കൊണ്ടും വ്യത്യസ്തമാണ്. കോവിഡും തുടർന്നെത്തിയ ലോക്ക്ഡൌണും ജ്യോതിഷികൾക്ക് സന്ദർശകരുടെ തിരക്ക് ഒഴിവായി കിട്ടിയ കാലം. തീർത്തും അടച്ചുപൂട്ടിയ മാസങ്ങളിൽ പ്രമുഖ ജ്യോതിഷ പണ്ഡിതൻ ബേപ്പൂർ മുരളീധര പണിക്കർ എഴുതി തീർത്തത് 4 നോവലുകൾ. എൻകൗണ്ടർ, ഗരുഡപഞ്ചമി, മഞ്ചരിയുടെ ആൺജീവിതം, മിഴിനീരിൽ നനഞ്ഞ വസന്തം. ഏറ്റവും പുതിയ ഈ നോവലുകളും തൻ്റെ അടുത്ത് ജ്യോതിഷ സംബന്ധമായി എത്തിയവരുടെ ജീവിതങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടവയാണ്. ഈ ജ്യോതിഷത്തിൻ്റെ മേഖലയായതുകൊണ്ട് പല ആളുകളും ഇവിടെ വരാറുണ്ട്, ജാതകം നോക്കാനായതുകൊണ്ടും പ്രശ്നം വയ്ക്കാതിനെ കൊണ്ടും. അപ്പോൾ അവർക്കുണ്ടാവുന്ന അനുഭവങ്ങൾ പ്രത്യേകം ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ആ അനുഭവത്തിൽ നിന്നും ചകഞ്ഞെടുക്കുന്നതാണ് നോവലായിട്ട് ഞങ്ങൾ മാറ്റുന്നത് ഓരോ കഥാപാത്രങ്ങളെയും. എൻകൗണ്ടർ, മുരുകൻ കാട്ടാക്കടയും ലിബി പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ഗരുഡപഞ്ചമി, മഞ്ചരിയുടെ ആൺജീവിതം, മിഴിനീരിൽ നനഞ്ഞ വസന്തം എന്നിവ ഈ കഴിഞ്ഞ ദിവസം മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയും പ്രകാശനം ചെയ്തു. മൊബൈൽ വഴി, ലാപ്ടോപ്പ് മുതലായ പല കുട്ടികളും വഴി തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ ആ വഴി തെറ്റിപ്പോകുന്നതിൻ്റെ ഒരു കഥയാണ് പിന്നെ മിഴിനീരിൽ നനഞ്ഞ വസന്തം എന്ന ഉള്ളവനില്ലാത്തവൻ തമ്മിൽ സ്നേഹിച്ചുണ്ടാവുന്ന കഥകളാണ് ഗരുഡപഞ്ചമി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് മഞ്ചരിയുടെ ആൺജീവൻ എന്ന് നിൽക്കുന്നൊരു കഥയാണ്. അത് നമ്മൾ സയൻസിൽ പോലും ചിലപ്പം തെറ്റുപറ്റാവുന്നതായിരിക്കുന്ന വിധത്തിലുണ്ടാകുന്ന കഥയാണ് അത്. അതായത് ജനികമാറ്റം. നേരത്തെ കൊറോണ എന്ന മഹാമാരിയെ മുൻകൂട്ടി കണ്ട് അനാമിക എന്ന നോവൽ എഴുതിയ മുരളീധര പണിക്കർ വായനക്കാരിലും ശാസ്ത്രലോകത്തും കൗതുകമായി. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് എഴുതിയതടക്കം ഇതിനകം 45 നോവലുകൾ വായനക്കാരിലെത്തി. സ്വന്തം നാടുമായി ബന്ധപ്പെട്ട് എഴുതിയ ബേപ്പൂർ തമ്പിയും ഏറാടിൻ്റെ സൂര്യനും നോവലാക്കിയ പണിക്കരുടെ പുതിയ നോവലിൻ്റെ പ്രമേയവും ശ്രദ്ധേയം. ഈ ലോകം എന്താണ്? ഈ ലോകത്ത് ഇനി അടുത്തൊരു ലോകമുണ്ടോ? ആ അടുത്ത ലോകത്ത് മനുഷ്യന്മാരെങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടൊരു, അതായത് കുട്ടികൾക്കുള്ളൊരു കഥ എഴുതാനാണ് ഏറ്റവും വലിയ മോഹം. അതിലേക്ക് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അജീഷ തുളി, ജീവൻ ന്യൂസ്, കോഴിക്കോട്.